ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഹർത്താൽ മടുത്തു ജനങ്ങൾക്ക്. ഏത് തരത്തിൽപ്പെട്ട രാഷ്ട്രീയ നിലപാടുകളെ ന്യായീകരിക്കാനാണെങ്കിലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധത്തെ ഒന്നടങ്കം എതിർക്കുകയാണ് എല്ലാവരും. തുടരെയുള്ള ഹർത്താലുകളിൽ സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് വ്യാപാരികളും സംഘടിച്ചു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. BMS ഓഫീസിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഹർത്താലിൽ കടകമ്പോളങ്ങൾ നിർബന്ധിതമായി അടപ്പിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പാപ്പരത്വമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഹർത്താലിനെതിരെ നഗരത്തിൽ പ്രതിഷേധ മാർച്ച്. തൊണ്ടയാട് ബൈപ്പാസ് കുടിൽത്തോടിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 മരണം. തിരുവങ്ങൂരിലെ കേരള ഫീഡ്സ് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചു. ക്ഷീരമേഖലയിൽ 2 വർഷം കൊണ്ട് കേരളം സ്വയം പര്യാപ്തമാകുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് BMS ഓഫീസിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് നടന്ന ജില്ലാ ഹർത്താൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഇരുചക്ര വാഹനങ്ങളും ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളുമാണ് നിരത്തിലിറങ്ങിയത്. BMS കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ശനിയാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. പാൽ, പത്രം, ആശുപത്രി, കൊട്ടിയൂർ തീർത്ഥാടകർ, BSc അഗ്രികൾച്ചർ പ്രവേശന പരീക്ഷാ കേന്ദ്രങ്ങൾ എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. BJP, RSS തുടങ്ങിയ സംഘപരിവാർ സംഘടനകളുടെ പിന്തുണയോടെയായിരുന്നു ഹർത്താൽ. പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലെ കടകൾ ഒന്നും തുറന്നു പ്രവർത്തിച്ചില്ല. രാവിലെ മുതൽ തുടരുന്ന മഴ ഗതാഗതത്തെയും ബാധിച്ചു. ചുരുക്കം ചില വാഹനങ്ങളാണ് നിരത്തിലിറങ്ങിയത്. പ്രധാന കേന്ദ്രങ്ങളിൽ ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിന് സമീപം എകർന്നപറമ്പിൽ കഴിഞ്ഞയാഴ്ച ഉദ്ഘാടനം ചെയ്ത BMS ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസം 10:30 100ഓളം വരുന്ന CPM പ്രവർത്തകരാണ് ഇരച്ചുകയറി അക്രമം നടത്തിയതെന്ന് BMS നേതാക്കൾ പറഞ്ഞു. ഓഫീസിന്റെ അടുക്കളയും ബാത്റൂമും പൂർണ്ണമായും അടിച്ചു തകർത്ത ശേഷം ഓഫീസിലുണ്ടായിരുന്ന സാധനങ്ങളെടുത്ത് കിണറ്റിലെറിഞ്ഞു. ഓഫീസിലെ അലമാരിൽ സൂക്ഷിച്ചിരുന്ന വിവിധ യൂണിയനുകളുടെ 1.5 ലക്ഷം രൂപയും ഒരു മിക്സിയും അക്രമികൾ എടുത്തുകൊണ്ടുപോയി. ഏതാണ്ട് 20 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഒരു സംഘർഷത്തിലും ഭാഗവാക്കാവാത്ത BMSന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതിനു പിന്നിൽ സംഘർഷത്തിൽ ജില്ലയിലെ തൊഴിലാളികളെ പങ്കാളികളാക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണുള്ളത്. CPMന്റെ കണ്ണൂർ ലോബി നടത്തുന്ന അക്രമരീതിയാണ് ഇവിടെ നടക്കുന്ന അക്രമത്തിലും കണ്ടതെന്നും BMS നേതാക്കൾ ആരോപിച്ചു. ഫറോക്കിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമികൾ അഗ്നിക്കിരയാക്കി. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പ്രതിഷേധ സൂചകമായി LDF ഫറോക്കിൽ പ്രകടനം നടത്തി. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ഫറോക്ക് ESIക്ക് സമീപമുള്ള CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് അക്രമികൾ അഗ്നിക്കിരയാക്കിയത്. 2 മണിയോടെ ഓഫീസിൽ നിന്നും തീ ആളിപ്പടരുന്നത് കണ്ട് പരിസരവാസികൾ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിക്കുകയായിരുന്നു. ഫർണിച്ചറുകൾ, ഫയലുകൾ എന്നിവ പൂർണ്ണമായും അഗ്നിക്കിരയായി. BJP നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്ന് CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി M. ഗിരീഷ് പറഞ്ഞു. ഒരു കൂട്ടം ക്രിമിനലുകളെ ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സമാധാനപരമായും ജനകീയമായും നേരിടുമെന്നും ഗിരീഷ് കൂട്ടിച്ചേർത്തു. BJPയുടെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. സ്വാഭാവികമായും ഒരു കൂട്ടം ക്രിമിനലുകളെ ഉപയോഗിച്ച് BJPയുടെ നേതൃത്വം നടത്തുന്ന ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾക്ക് അവരാകെ സമാധാനം പറയേണ്ടി വരും. CPM പ്രവർത്തകരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ RSSന്റെ ഇത്തരം പ്രകോപനങ്ങളിൽ യാതൊരു നിലയിലും പ്രകോപിതരാവരുത്. സമാധാനം സ്ഥാപിക്കലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിരോധം എന്നുള്ള നിലയിലേക്കാണ് CPM ഇതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളെയും പ്രതിഷേധങ്ങളെയും കാണുന്നത്. മുൻവശത്തെ വാതിൽ തകർത്ത് അകത്ത് കടന്ന് പെട്രോൾ ഉപയോഗിച്ചാണ് അഗ്നിക്കിരയാക്കിയതെന്ന് കരുതുന്നു.
ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവെടുത്തു. ഓഫീസ് അക്രമത്തിൽ പ്രതിഷേധിച്ച് LDF നേതൃത്വത്തിൽ ഫറോക്കിൽ പ്രകടനവും നടന്നു. ഹർത്താൽ ദിനത്തിൽ ഹർത്താലിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഹർത്താലിന്റെ മറവിൽ കടകമ്പോളങ്ങൾ നിർബന്ധമായി അടപ്പിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പാപ്പരത്തമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി K. സേതുമാധവൻ പറഞ്ഞു. വ്യാപാരി ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് കിഡ്സൺ കോർണറിൽ സമാപിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹർത്താലിനെതിരെ പ്രതിഷേധ മാർച്ച് നടത്തി. വ്യാപാരി ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് കിഡ്സൺ കോർണറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി K. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും നടത്തുന്ന ഹർത്താലിൽ നിന്ന് പാല്, പത്രം, ആശുപത്രി, വാഹനങ്ങൾ എന്നിവയെ ഒഴിവാക്കുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളെ മാത്രം അടപ്പിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹർത്താലുകളുടെ വിജയം കടകമ്പോളങ്ങൾ അടച്ചിടുമ്പോൾ മാത്രമായി കാണുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പാപ്പരത്വമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ മൊത്തം കടകമ്പോളങ്ങൾ ഏത് പാർട്ടി അനാവശ്യമായി നടത്തുന്ന ഹർത്താലുകൾക്കും കടകൾ തുറക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് കടകമ്പോളങ്ങളുടെ അടയ്ക്കൽ മാത്രം രാഷ്ട്രീയക്കാരൻ വിജയമായി കണക്കൂട്ടുന്നത്? ഇന്നലെയും ഇന്നുമായി കോഴിക്കോട്ടുള്ള എല്ലാ വാഹനങ്ങളും ഓടി. സമരം നടത്തിയ ആൾക്കാർ പോലും അവരുടെ പരിപാടികൾ വളരെ ഗംഭീരമായി നടത്തി. തൊഴിലാളി മേഖലയിലെ തൊഴിലാളികൾ ഒട്ടടക്കം പണിയെടുത്ത് എല്ലാ വിഭാഗം ആളുകളും ജോലിയെടുത്തപ്പോൾ പാവപ്പെട്ട കച്ചവടക്കാരൻ, കേരളത്തിന്റെ വരുമാനത്തെ നിലനിർത്തുന്ന കച്ചവടക്കാരനെ പുറത്തിറങ്ങാൻ പോലും, കച്ചവട സ്ഥാപനം തുറക്കാൻ പോലും അനുവദിക്കാതെ രാഷ്ട്രീയക്കാരൻ അവരുടെ സമരങ്ങളുടെ വിജയം കച്ചവട സ്ഥാപനങ്ങളുടെ അടവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഒരു ദിവാസ്വപ്നമായി മാറേണ്ട ദിവസമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. യൂത്ത് വിംഗ് പ്രസിഡന്റ് M. ബാബുമോൻ, യൂത്ത് വിംഗ് സെക്രട്ടറി മനാഫ്, ട്രഷറർ സലീം തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഹർത്താലിന് നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുന്നതിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൌൺസിൽ യോഗം ഞായറാഴ്ച ഉച്ചയ്ക്ക് വ്യാപാര ഭവനിൽ ചേരുമെന്നും നേതാക്കൾ പറഞ്ഞു. യോഗത്തിൽ ഹർത്താലിൽ കടകൾ അടപ്പിക്കുന്നതിനെതിരെ ശക്തമായ തീരുമാനം ഉണ്ടാകുമെന്നും K. സേതുമാധവൻ പറഞ്ഞു. തൊണ്ടയാട് ബൈപ്പാസിൽ കുടിൽത്തോടിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 മരണം. കൊല്ലം സ്വദേശികളായ വയോധികനും പേരക്കുട്ടിയുമാണ് മരണപ്പെട്ടത്. രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസിൽ കുടിൽത്തോടിൽ പുലർച്ചെ 5 മണിയോടെയാണ് നാടിനെ നടുക്കുന്ന അപകടം നടന്നത്. കൊല്ലത്ത് നിന്ന് മൂകാംബികയിലേക്ക് തീർത്ഥയാത്ര പുറപ്പെട്ട 13 പേരടങ്ങുന്ന ഇന്നോവ കാർ കർണാടക രജിസ്ട്രേഷനിലുള്ള ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കൊല്ലം കടപ്പ സ്വദേശി ശിവദാസൻ, 2 വയസ്സുള്ള ആരാധ്യ എന്നിവർ അപകട സ്ഥലത്തു തന്നെ മരണമടഞ്ഞതായി സ്ഥിരീകരിച്ചു. കാറിലുണ്ടായിരുന്ന മറ്റു 11 പേരെയും പരിക്കുകളോടെ കോഴിക്കോട്ടെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള 75N1861 നമ്പറിലുള്ള ഇന്നോവ കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ക്ഷീരമേഖലയിൽ 2 വർഷം കൊണ്ട് കേരളം സ്വയം പര്യാപ്തമാകുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി K. രാജു. കേരള ഫീഡ്സിന്റെ തിരുവങ്ങൂരിലെ ഹൈടെക് ഫാക്ടറിയിലെ ഉൽപാദനവും കാലിത്തീറ്റ ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലുൽപാദനത്തിൽ സംസ്ഥാനം 1 വർഷത്തിനകം സ്വയം പര്യാപ്തമാകുമെന്ന് വനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി K. രാജു. തിരുവങ്ങൂരിലെ കേരള ഫീഡ്സ് ഫാക്ടറിയുടെ വ്യാവസായിക ഉൽപാദനത്തിന്റെ ഉദ്ഘാടനവും പുതിയ ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന് ആവശ്യമുള്ളതിന്റെ 70% പാലുൽപാദനം. ഭരണത്തിലേറി 2 വർഷത്തിനകം സ്വയം പര്യാപ്തമാകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ്. 1 വർഷം പൂർത്തിയായപ്പോൾ 17% വർധനവുണ്ടായി. കർഷകരുടെ സാമ്പത്തിക നേട്ടത്തോടൊപ്പം ജനങ്ങളുടെ ആരോഗ്യകരമായ ജീവിതം കൂടി മൃഗസംരക്ഷണ വകുപ്പ് ലക്ഷ്യമിടുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വിഷാംശമടങ്ങിയ പാൽ പരിശോധിക്കാൻ ചെക്ക് പോസ്റ്റുകൾ പര്യാപ്തമല്ല. മലബാർ മേഖലയിലെ കാലിത്തീറ്റ ക്ഷാമം പരിഹരിക്കാൻ തിരുവങ്ങൂരിലെ ഫാക്ടറി കൊണ്ട് സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 300 ടണ്ണാണ് ഉൽപാദനശേഷി. പുതുതായി വിപണിയിലിറക്കിയ മിടുക്കി നിറവ് കാലിത്തീറ്റകൾക്ക് 70 രൂപ സബ്സിഡി മന്ത്രി പ്രഖ്യാപിച്ചു. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ വിപണന കേന്ദ്രം തിരുവങ്ങൂരിൽ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. K. ദാസൻ MLA അധ്യക്ഷം വഹിച്ചു. E.K. വിജയൻ MLA, കേരള ഫീഡ്സ് ചെയർമാൻ KS ഇന്ദുശേഖരൻ നായർ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ B. ശ്രീകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് അശോകൻ കോട്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാലിനി ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മോഹനൻ വീർവീട്ടിൽ, T.K. ഗീത, ഡോക്ടർ അനി S. ദാസ്, T.V. ബാലൻ, K. ലോഹ്യ, C. സത്യചന്ദ്രൻ, വിമല മേനോൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേളയ്ക്ക് ശേഷം
എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Bobby Jemanur International Jewelers. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. BMS ഓഫീസിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ സംഘടനകൾ നഗരത്തിൽ പ്രകടനം നടത്തി. ലിങ്ക് റോഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ പ്രതിഷേധമിരമ്പി. CPM ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വ്യാപകമായ അക്രമങ്ങളാണ് സംഘപ്രസ്ഥാനങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ 12 ദിവസങ്ങളായി ഈ രീതിയിലുള്ള അതിക്രമങ്ങൾ യാതൊരു പ്രകോപനവുമില്ലാതെ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടുക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡൽഹിയിൽ CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ഹിന്ദു സേനയുടെ 2 പ്രവർത്തകർ കയറി അതിക്രമം കാണിച്ചു എന്നുള്ള പേരിൽ കേരളത്തിൽ സംഘപ്രസ്ഥാനങ്ങൾക്ക് നേരെയാണ് അവരെല്ലാ വിമർശനവും അഴിച്ചുവിട്ടിരിക്കുന്നത്. ആ സംഭവവുമായി സംഘപ്രസ്ഥാനങ്ങൾക്കോ ഭാരതീയ ജനതാ പാർട്ടിക്കോ BMSനോ അതുപോലെ പ്രസ്ഥാനങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല എന്ന് വളരെ വ്യക്തമാക്കിയതാണ്. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുള്ള ബോംബേറ് പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ EP പൃഥ്വിരാജ് ടീമിന് നേതൃത്വം നൽകും. നഗരപരിധിയിലെ CCTV ക്യാമറകളും പരിശോധിക്കും. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ വധശ്രമത്തിനും അന്യായമായി സംഘം ചേർന്നതിനും അനധികൃതമായി സ്ഫോടക വസ്തു കൈകാര്യം ചെയ്തതിനും നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ EP പൃഥ്വിരാജ് ടീമിന് നേതൃത്വം നൽകും. നടക്കാവ് CI TK അഷ്റഫ്, SI S സജീവൻ എന്നിവരുൾപ്പെടെ 9 പേരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുക. പൊട്ടാത്ത ബോംബ് ഇവിടെ നിന്നും ബോംബ് സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തു. നടക്കാവ് CI TK അഷ്റഫ്, മെഡിക്കൽ കോളേജ് CI മൂസ വള്ളിക്കാടൻ എന്നിവർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഫോറൻസിക് വിഭാഗം സയന്റിഫിക് അസിസ്റ്റന്റ് V വിനീതിന്റെ നേതൃത്വത്തിൽ സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി 9 ടവറുകളിൽ നിന്നുള്ള ഫോൺ കോളുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പോലീസിന്റെ ക്യാമറകളും പരിശോധിക്കും. കൂടാതെ സമീപത്തെ കടകളിലുള്ള CCTV ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളും പരിശോധിക്കും. നഗരത്തിൽ സ്റ്റീൽ ബോംബുകൾ നിർമ്മിക്കാനോ സൂക്ഷിക്കാനോ സാധ്യതയില്ലെന്നാണ് പോലീസിന്റെ നിഗമനം.
ഹർത്താൽ ദിനത്തിൽ തിരക്കൊഴിഞ്ഞ വേളയിൽ ഷൂട്ടിംഗ് തീർത്ത് പാക്കപ്പിനൊരുങ്ങുകയാണ് ഈ സിനിമാ സംഘം. കഴിഞ്ഞ 40 ദിവസങ്ങളിലായി കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന തോമസ് സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കോഴിക്കോട്ടുകാർക്ക് കൗതുകം പകരുന്നതായിരുന്നു. മഴയിൽ കുതിർന്നൊരു ഹർത്താൽ ദിനമായിട്ടും കോഴിക്കോട് കടപ്പുറത്ത് ബറോഡ ബാജസ് എന്നൊരു പുതിയ റെസ്റ്റോറന്റിന് മുൻപിൽ നിറഞ്ഞൊരാൾക്കൂട്ടം കാണാം. കഴിഞ്ഞ 40 ദിവസത്തോളമായി കോഴിക്കോട് ബീച്ചിലെത്തുന്നവർ ഒറിജിനൽ ആണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഈ റെസ്റ്റോറന്റ് തോമസ് സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ താൽക്കാലികമായി നിർമ്മിക്കപ്പെട്ട സെറ്റാണെന്ന് തിരിച്ചറിയുന്നത് വളരെ വൈകിയാണ്. 2 ദിവസമായി തുടരുന്ന കോഴിക്കോട്ടെ ഹർത്താലും തകർത്തു പെയ്യുന്ന മഴയുമൊന്നും ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിനെ ബാധിച്ച മട്ടില്ല. അവസാന ദിവസത്തെ ഷൂട്ടിംഗും കഴിഞ്ഞ് ലൊക്കേഷൻ വിടാനുള്ള ഒരുക്കത്തിലാണിവർ. ഇസാൻ പിക്ചേഴ്സിന്റെ നിർമ്മാണത്തിൽ തോമസ് സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്യുന്ന ധ്യാൻ ശ്രീനിവാസൻ സിനിമയുടെ ഷൂട്ടിംഗ് ആണ് കഴിഞ്ഞ 40 ദിവസങ്ങളിലായി കോഴിക്കോട് നടന്നുവരുന്നത്. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് അഖിൽ ജോർജ് ആണ്. ശ്രീനിവാസനോടൊപ്പം അജു വർഗീസ്, ശ്രീനാഥ് ബാസി, മമത മോഹൻദാസ്, നിരഞ്ജന അനൂപ് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളാവുന്ന സിനിമയുടെ ഭൂരിഭാഗം ലൊക്കേഷനും കോഴിക്കോടായിരുന്നു. ആളൊഴിഞ്ഞ ഹർത്താൽ ദിനത്തിൽ വളരെ സൗകര്യപൂർവ്വം ഷൂട്ടിംഗ് നിർവഹിച്ചാണ് നടീനടന്മാരും സാങ്കേതിക പ്രവർത്തകരും കോഴിക്കോട് നിന്നും യാത്രയാവുന്നത്. LDF ഹർത്താൽ ദിനത്തിൽ കോഴിക്കോട് താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയൻ CITU ഓഫീസിനു നേരെ ആക്രമണം. 4 വാഹനങ്ങളും കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകളും തകർത്തു. ജില്ലയിൽ അശാന്തി സൃഷ്ടിക്കാൻ RSS ആക്രമണം അഴിച്ചുവിടുകയാണെന്നാണ് ആരോപണം. ജില്ലയിൽ CPIM-ന്റെയും വർഗ ബഹുജന സംഘടനകളുടെയും ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു. ചെത്തുതൊഴിലാളി യൂണിയൻ കോഴിക്കോട് താലൂക്ക് ഓഫീസ് RSS സംഘം ആക്രമിച്ചു. 4 വാഹനങ്ങളും കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകളും തകർത്തു. വെള്ളിയാഴ്ച 4:30യോടെയാണ് ബൈക്കിലെത്തിയ 2 പേർ ഓഫീസിന് നേരെ ആക്രമണം നടത്തിയത്. ഓഫീസ് വളപ്പിൽ നിർത്തിയിട്ടിരുന്ന 2 ജീപ്പ്, ഒരു സ്കോർപിയോ, ഒരു പിക്കപ്പ് വാഹനത്തിന്റെയും ചില്ലുകൾ ഇരുമ്പ് വടികൊണ്ട് അടിച്ചു തകർത്തു. T. അയ്യപ്പൻ സ്മാരക മന്ദിരമായി പ്രവർത്തിക്കുന്ന ഓഫീസിന്റെ താഴെ ഭാഗം കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി സഹകരണ സംഘവും പ്രവർത്തിക്കുന്നുണ്ട്. സ്കോർപിയോയും ഒരു ജീപ്പും സഹകരണ സംഘത്തിന്റേതാണ്. മുകൾ ഭാഗത്തെ കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്തു. വാഹനം തകർക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് വടിയും അക്രമിയുടെ ചെരുപ്പും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസ് അക്രമി അടിച്ചു തകർത്തതിന്റെ ദൃശ്യം CCTV-യിൽ പതിഞ്ഞു. വാഹനങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങളും വ്യക്തമായി കാണാം. ഈ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസ് തകർത്തതിന്റെ ദൃശ്യം ഓഫീസിലെ CCTV-യിൽ പതിഞ്ഞു. വെള്ളിയാഴ്ച 4:30യോടെ 2 പേർ ബൈക്കിൽ വരുന്നതിന്റെയും അതിൽ ഒരാൾ ഗേറ്റ് കടന്നെത്തി ആക്രമണം നടത്തുന്നതിന്റെയും ദൃശ്യമാണുള്ളത്. കറുത്ത ഷർട്ടും മുണ്ടും ധരിച്ചെത്തിയ യുവാവ് ഇരുമ്പ് വടികൊണ്ട് ജീപ്പും സ്കോർപിയോയും അടിച്ചു തകർക്കുന്ന ദൃശ്യം വ്യക്തമായി കാണാം. ഇയാൾ ഹെൽമറ്റ് ധരിച്ചതിനാൽ മുഖം വ്യക്തമല്ല. പിന്നീട് യുവാവ് അടച്ചിട്ട ഗേറ്റ് ചാടിക്കടന്നു പോകുന്നതും ഓഫീസിലേക്ക് കല്ലെറിയുന്നതും കാണാം. ഈ കല്ലേറിലാണ് ജനൽ ചില്ലുകൾ തകർന്നത്. ഈ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുമെന്ന് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. ചെത്തുതൊഴിലാളി ഓഫീസിന്റെ എതിർവശത്തുള്ള ഹോട്ടലിന് മുന്നിലും CCTV ഉണ്ട്. ഇത് പരിശോധിച്ചാലും കൂടുതൽ ദൃശ്യങ്ങൾ ലഭ്യമാകും. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. പാരീസ് ഉടമ്പടി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കൊയിലാണ്ടിയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വർദ്ധിച്ചു വരുന്ന ആഗോള താപനത്തെ ചെറുക്കാൻ ലോകരാജ്യങ്ങൾ കൂടിച്ചേർന്ന് രൂപം നൽകിയ പാരീസ് ഉടമ്പടിയിൽ നിന്നുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ പിന്മാറ്റത്തെ കൂട്ടായ്മ അപലപിച്ചു. പാരീസ് ഉടമ്പടി നടപ്പിലാക്കുക, അമേരിക്കയുടെ പിന്മാറ്റം അനുവദിക്കരുത് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബിലെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത്. കറുത്ത തുണികൊണ്ട് വായ മൂടിക്കെട്ടി പ്ലാക്കാർഡുകൾ ഉയർത്തി ഭൂമാകൃതിയെ കെട്ടിപ്പിടിച്ച് സ്കൂളിൽ നിന്ന് ഇടവഴിയും റെയിൽപാളവും കടന്ന് തിരക്കു നിറഞ്ഞ നഗരത്തിലേക്കായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ എത്തിയത്. നഗരത്തെ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂട്ടായ്മ നടന്നു. വർദ്ധിച്ചു വരുന്ന ആഗോളതാപനത്തെ ചെറുക്കുകയും ലോകരാജ്യങ്ങൾ കൂടി ചേർന്ന് രൂപം നൽകിയ പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്കൻ ഭരണകൂടത്തിന്റെ പിന്മാറ്റവും വരും തലമുറയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്ന്
പരിസ്ഥിതി ക്ലബ്ബിലെ അംഗങ്ങൾ പറയുന്നു. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും ക്ലബ്ബിലെ അംഗങ്ങളായ വിദ്യാർത്ഥിനികൾ പരിസ്ഥിതി ബോധവൽക്കരണ സന്ദേശവും നൽകി. സീതാറാം യെച്ചൂരിക്ക് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഫറൂഖ് മേഖലയിൽ CPM BJP സംഘർഷം തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തെ LDF ഹർത്താലിൽ BJP പ്രവർത്തകന്റെ സ്ഥാപനത്തിന് നേരെയും അക്രമമുണ്ടായി. RSS ജില്ലാ ശാരീരിക് ശിക്ഷൺ പ്രമുഖ് KP ജനിൽകുമാറിനെ ചെറുവണ്ണൂർ സ്രാമ്പിയിലെ ഫ്ലക്സ് പ്രിന്റിംഗ് സ്ഥാപനം അർദ്ധരാത്രി അടിച്ചു തകർത്തു. ചെറുവണ്ണൂർ ഹൈസ്കൂൾ മുൻപിൽ ബ്ലാക്ക് സ്ക്വയർ ബിൽഡിംഗിന് മുകളിലെ നിലയിലുള്ള സ്കൈ ഡിജിറ്റൽ ഫ്ലക്സ് പ്രിന്റിംഗ് സ്ഥാപനത്തിലാണ് അക്രമം നടന്നത്. ഷട്ടറിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കയറിയ അക്രമി സംഘം വിലപിടിപ്പുള്ള എക്കോ സോളോൻ മെഷീൻ, ഫ്ലക്സ് പ്രിന്റിംഗ് മെഷീൻ എന്നിവ നശിപ്പിച്ചു. ഓഫീസിലെ 2 കമ്പ്യൂട്ടറുകൾ, മേശ, കസേര, മറ്റു ഉപകരണങ്ങൾ എന്നിവയെല്ലാം തകർത്തിട്ടുണ്ട്. ലാപ്ടോപ്പ് മോഷണവും പോയിട്ടുണ്ട്. CPM DYFI പ്രവർത്തകരാണ് സ്ഥാപനത്തിൽ കയറി അക്രമം നടത്തിയതെന്ന് ഉടമ KP ജനിൽകുമാർ പറഞ്ഞു. 30 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. നല്ലളം പോലീസിൽ പരാതി നൽകി. ചെറുവണ്ണൂർ CIC രാജേഷും സംഘവും സ്ഥലം പരിശോധിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് KP പ്രകാശ് ബാബു, BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് PK പരമേശ്വരൻ, ജനറൽ സെക്രട്ടറി നാരങ്ങയിൽ ശശിധരൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഒളവണ്ണ പെരിങ്കൊല്ലൻ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നത് ജനജീവിതം ദുരിതക്കയത്തിലാക്കുന്നു. തോടുകളിലും വയലുകളിലും വീട്ടുകിണർ വെള്ളത്തിലും കലരുകയാണ് ഒഴുകിയെത്തുന്ന മാലിന്യം. വളയനാട്, ഒളവണ്ണ, പന്തിരങ്കാവ് വില്ലേജുകളിലെ ജനങ്ങളാണ് ഇതുമൂലം ജീവിതം വഴിമുട്ടിയിരിക്കുന്നത്. പെരിങ്കല്ലൻ തോട്ടിലൂടെ മാലിന്യം ഒഴുക്കിവിട്ടു. പ്രദേശമാകെ പരന്ന മാലിന്യം കിണറുകളിലും. നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. മാമ്പുഴ സംരക്ഷണ സമിതിയും മാങ്കാവ് പുഴ സംരക്ഷണ സമിതിയും പ്രതിഷേധവുമായി രംഗത്ത്. അത് അവരായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് എവിടുന്നാ വരുന്നതെന്നുള്ള പഞ്ചായത്തിന് സിമ്പിളായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ. ഇതിന്റെ ഉറവിടം എവിടുന്നാന്ന് കണ്ടെത്തി അതിന് നിർത്തൽ ചെയ്യണം. ഇനി ഇതിലൊരു തീരുമാനം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്യാൻ വരെ തയ്യാറാവും. ബുധനാഴ്ച രാത്രിയോടെയാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പെരിങ്കല്ലൻ തോട്ടിലൂടെ മാലിന്യം ഒഴുക്കിവിട്ടത്. കറുത്ത നിറത്തിലുള്ള വെള്ളവും അസഹ്യമായ ദുർഗന്ധവുമാണ് പ്രദേശത്ത്. തോടിന് വശങ്ങളിലായി പണിതുയർത്തിയ കെട്ടിട സമുച്ചയങ്ങളിൽ നിന്നാണ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഒരു ഗവൺമെൻറ് ഇതിൽ കളക്ടർക്ക് 2-3 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്, പിന്നെ RDOക്ക് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു കേസ് ഉണ്ടായതുകൊണ്ട് അവരെ നിർത്തിവെച്ചു. പക്ഷേ ഇപ്പോഴും നിർബാധമായിട്ട് ഇവർ കക്കൂസിന് മാലിന്യം ഈ തോട്ടിലേക്ക് വിടുന്നുണ്ട്. ഇരിങ്ങല്ലൂർ, പൂവങ്ങൽ, ബോട്ടോണിക്കൽ ഗാർഡൻ, വെങ്ങാലത്ത്, കോന്തനാരി ഭാഗങ്ങളിൽ വയലുകളിലേക്കും കിണറുകളിലേക്കുമൊക്കെ ഈ മാലിന്യം പരന്നൊഴുകി. പെരിങ്കല്ലൻ തോടിന് കുറുകെ കോന്തനാരി ഭാഗത്ത് നിർമ്മിച്ച തടയണയ്ക്ക് മുകൾ ഭാഗത്ത് മലിനജലം കെട്ടിക്കിടന്നത് 2 ദിവസം. ഒടുവിൽ ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോടെ തടയണ തുറന്ന് മാലിന്യങ്ങൾ നേരെ മാമ്പുഴയിലേക്ക്. മലബാർ ബോട്ടോണിക്കൽ ഗാർഡന്റെ വയലിലേക്കും മലിനജലം പരന്നൊഴുകിയിട്ടുണ്ട്. പ്രദേശത്ത് നിരവധി മത്സ്യങ്ങളും കൊക്കുകളും ചത്തൊടുങ്ങി. എല്ലായിടത്തും കറുത്ത ദുർഗന്ധം വമിക്കുന്ന വെള്ളത്തിനു മുകളിൽ കൊതു മുട്ടയിട്ട് പെരുകുകയാണ്. മാമ്പുഴ സംരക്ഷണ സമിതിയും മാങ്കാവ് പുഴ സംരക്ഷണ സമിതിയും തോട്ടിലൂടെ മാലിന്യം ഒഴുക്കിവിടുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഹർത്താൽ ദിനത്തിൽ മനുഷ്യരെയൊന്നും കടിച്ചു കീറാൻ കിട്ടാതെ തെരുവു നായ്ക്കൾ വലഞ്ഞു. ഹർത്താൽ 2-3 ദിവസത്തേക്ക് നീണ്ടത് ഇവരുടെ ദൈനംദിന കാര്യങ്ങളും പ്രതിസന്ധിയിലാക്കിയ മട്ടാണ്. നഗരത്തിൽ നിന്നും ഞങ്ങളുടെ ക്യാമറാമാൻ റമോ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BMS ഓഫീസിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഹർത്താലിൽ കടകമ്പോളങ്ങൾ നിർബന്ധിതമായി അടപ്പിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പാപ്പരത്വമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഹർത്താലിനെതിരെ നഗരത്തിൽ പ്രതിഷേധ മാർച്ച്. തൊണ്ടയാട് ബൈപ്പാസ് കുടിൽത്തോടിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 മരണം.
തിരുവങ്ങൂരിലെ കേരള ഫീഡ്സ് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചു. ക്ഷീരമേഖലയിൽ 2 വർഷം കൊണ്ട് കേരളം സ്വയം പര്യാപ്തമാകുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.